ഗൈസ് ഏഷ്യൻ കപ്പിന്റെ ഡ്രോ നാളെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് നല്ല ഒരു ഗ്രൂപ്പ് കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം വളരെ നിർണായകമാണ് ഇന്ത്യയുടെ ഒരു ഗ്രൂപ്പ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീമിന് മാത്രമാണ് അടുത്ത റൗണ്ടിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പം മാക്സിമം നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ടീമുകളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് AFC ഏഷ്യൻ കപ്പ് 2027 സ്വപ്നം കാണാമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ എന്താണെങ്കിലും ഒരു ലക്ക് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പോർട്ട് 1 തന്നെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം പോർട്ട് 1 ശക്തരായിട്ടുള്ള കുറച്ചധികം ടീമുകളൊക്കെ ഉള്ളത്. അതായത് സിറിയ, തായ്ലൻഡ്, തജിക്കിസ്ഥാൻ, വിയറ്റ്നാം, ലബനാനൊക്കെ പോലത്തെ ടീമുകൾക്കെതിരെ എന്താണെങ്കിലും നമുക്ക് കളിക്കേണ്ടി വരത്തില്ല. കാരണം നമ്മൾ ആ പോർട്ടിലാണുള്ളത്. നമ്മൾ നേരിടേണ്ടി വരുന്നത് പോർട്ട് 2, പോർട്ട് 3, പോർട്ട് 4 ഉള്ള രാജ്യങ്ങളെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യക്ക് പോർട്ട് 2 ആയി പോകുമോ എന്നുള്ള ചില കാര്യങ്ങളൊക്കെ വന്നിരുന്നു. മലേഷ്യ ആയിരുന്നു ഒരു ഒപ്പണൻ്റായിട്ട് വന്നിരുന്നത്. പക്ഷേ മലേഷ്യ ഒക്ടോബറിലും നവംബറിലും അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടാക്കാത്തത് കൊണ്ടും ഇന്ത്യ 2 ഡ്രോ ഇപ്പം വിയറ്റ്നാമിനെതിരെ മലേഷ്യക്കെതിരെയൊക്കെ നേടിയത് കൊണ്ടും ഇന്ത്യക്ക് പോർട്ട് 1 നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സാധാരണഗതിയിലൊക്കെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ സംസാരിക്കുന്നതാണ് ഇന്ത്യക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഈസി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടഫായിട്ടുള്ള ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇന്ത്യക്ക് കിട്ടാൻ സാധ്യതയുള്ള ഈ ഒരു ടഫ് ഗ്രൂപ്പ് സെനാരിയോ നോക്കാം. അതിനുശേഷം നമുക്ക് ഈസി ഗ്രൂപ്പിലേക്ക് കടക്കാം. സോ പോർട്ട് 1 നിന്ന് നമ്മൾ ഇന്ത്യ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട് 2 നിന്ന് ഇന്ത്യക്ക് കിട്ടാൻ സാധ്യതയുള്ള പറഞ്ഞ ടഫ് ഗ്രൂപ്പ് നോക്കുമ്പോഴത്തേക്കും മലേഷ്യ, തുർക്കമെനിസ്ഥാൻ, ഫിലിപ്പൈൻസ്, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ്, യമൻ ഇങ്ങനെ ടീമുകളാണ് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും ടഫായിട്ട് വരിക ഒരു ഡൗട്ടും ഇല്ല, എൻ്റെ അഭിപ്രായത്തിൽ മലേഷ്യ തന്നെയാണ്. കാരണം ഇന്ത്യക്കെതിരെ ലാസ്റ്റ് മാച്ചൊക്കെ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് കളിച്ചിട്ടുള്ളൊരു ടീം തന്നെയാണ്. അവർ സാധാരണയേക്കാൾ അത്ര മികച്ചതായിട്ട് കളിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കെതിരെ നടന്ന മത്സരത്തിൽ. പക്ഷേ അവരതിനേക്കാൾ മികച്ച രീതിയിൽ കളിക്കുന്ന ടീമാണ്. നല്ല പെർഫോമൻസ് പ്രത്യേകിച്ച് AFC ഏഷ്യൻ കപ്പിലൊക്കെ നടത്തിയിരുന്നു. അവരുടെ നാച്ചുറലൈസ്ഡും അതുപോലെ ഒറിജിൻ പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു മിക്സ് ഉണ്ട്, നല്ല കോച്ചുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ മലേഷ്യ ഒരു ടഫായിട്ടുള്ളൊരു ഒപ്പണൻ്റ് എന്ന നിലയിൽ തന്നെ പറയാം. പിന്നെ ബാക്കിയുള്ള ടീമുകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു പടി മുകളിൽ എന്താണെങ്കിലും നമുക്ക് മലേഷ്യ ഇരുത്താമെന്നുള്ളതാണ്. ഇനി പോർട്ട് 3 വരുന്നൊരു സമയത്ത് ഇതിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടഫ് ഗ്രൂപ്പ് ഞാൻ പറയും സിംഗപ്പൂരാണ്. സിംഗപ്പൂർ ഈ പറഞ്ഞ പോലെ ഒരു നല്ല റിസൾട്ടൊക്കെ ഉണ്ടാക്കുന്ന ടീമാണ്. ഇന്ത്യക്കെതിരെ കളിച്ച സമയത്ത് നല്ല പെർഫോമൻസ് ഒക്കെ നടത്തിയിരുന്നു ഒരു 1-2 വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു മത്സരത്തിൽ. പിന്നെ പോർട്ട് 3 നിന്ന് ഞാൻ പറയാണ് ഒരു മറ്റ് ടീമുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം സിംഗപ്പൂർ അല്ലാണ്ടുള്ളത് മാൽദീവ്സും, ചൈനീസ് തായ്പേയും, മ്യാൻമാറും, നേപ്പാളും, ഭൂട്ടാനുമാണ്. അപ്പം എന്തുകൊണ്ടും നമുക്ക് സിംഗപ്പൂരിനെ ഇതിൽ നിന്ന് കിട്ടാവുന്ന ഒരു ടഫ് ഗ്രൂപ്പ് എന്ന നിലയിൽ തന്നെ വിലയിരുത്താം. പോർട്ട് 4 വരുമ്പോഴത്തേക്കും പോർട്ട് 3 ടഫായിട്ടുള്ള ചില ഒപ്പണൻസ് പോർട്ട് 4 ഉണ്ടെന്ന് വേണമെങ്കിലൊക്കെ പറയാം. സോ ഇതിൽ പോർട്ട് 4 ഏറ്റവും ടഫായിട്ട് എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശാണ്. സോ ബംഗ്ലാദേശിൻ്റെ റീസെൻ്റ്ലി റിസൾട്ട് അങ്ങനെ വളരെ മികച്ചതെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കൂടി ഇന്ത്യക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് ഒരു നല്ല റിസൾട്ട് ബംഗ്ലാദേശിനെതിരെ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. അപ്പം ആ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ നമുക്ക് ബംഗ്ലാദേശിനൊരു ടഫ് ഒപ്പോണൻ്റായിട്ട് കരുതാം. കാരണം മറ്റ് ടീമുകളെ നോക്കുമ്പോൾ ബ്രൂണെ, ലാവോസ്, ടിമോർ ലെസ്റ്റ്, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇങ്ങനെയൊക്കെ പോകുന്നതാണ്. ബംഗ്ലാദേശ് പ്രത്യേകിച്ച് അവരിനി ഒറിജിൻ പ്ലേയേഴ്സിനെയൊക്കെ ഇറക്കുമതിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി അത് നമുക്ക് ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പാകിസ്ഥാനും ശ്രീലങ്കയും ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റില്ല. കാരണം ശ്രീലങ്ക എസ്പെഷ്യലി സമീപകാലത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവർ നല്ല റിസൾട്ടൊക്കെ എടുത്തു. ഇപ്പം അവർ പ്ലേ ഓഫ് കളിച്ചിട്ടാണ് ഈ ഒരു പോർട്ട് സ്റ്റേജിലേക്ക് വന്നത്. കാരണം അവർ കംബോഡിയയൊക്കെ പരാജയപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ അവർ റീസെൻ്റ്ലി നല്ല റിസൾട്ടുകൾ ഒക്കെ ഉണ്ടാക്കിയെടുത്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പം മ്യാൻമാറിനെതിരെ ഡ്രോ നേടിയിരുന്നു, യമനെതിരെ വിൻ സ്വന്തമാക്കാനൊക്കെ സാധിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് നല്ല റിസൾട്ട് തന്നെയാണ്. പിന്നെ പാകിസ്ഥാനെ പറ്റി പറയുമ്പോഴത്തേക്കും പാകിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ ഒരു ടഫ് ആയിട്ടുള്ള ഒരു സൈഡെന്ന് വെച്ചാൽ നമ്മൾ പാകിസ്ഥാനിൽ പോയി കളിക്കേണ്ടി വരും എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെ അവിടെ പാകിസ്ഥാനിൽ പോയി കളിക്കുമെന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഒഴിവായി കിട്ടുക എന്ന് പറയുന്നത് തന്നെയായിരിക്കും നല്ലതെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സോ ഒരു ടഫ് ഗ്രൂപ്പ് എന്ന നിലയിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് കിട്ടാൻ സാധ്യത ഇപ്പം പോർട്ട് 1 നിന്ന് ഇന്ത്യ വരുന്നു, പോർട്ട് 2 നിന്നും മലേഷ്യ, പോർട്ട് 3 നിന്ന് സിംഗപ്പൂർ ആൻഡ് പോർട്ട് 4 നിന്ന് ബംഗ്ലാദേശ്. അതാണ് ഞാൻ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്കൊരു ഈസി ഗ്രൂപ്പ് കിട്ടാൻ സാധ്യതയുള്ളത് എങ്ങനെയാണെന്ന് നോക്കുന്ന സമയത്ത് പോർട്ട് 1 നിന്ന് നമ്മൾ ഇന്ത്യ വരുന്ന സമയത്ത് പോർട്ട് 2 വരുമ്പോഴത്തേക്കും പോർട്ട് 2 സത്യം പറഞ്ഞാൽ എല്ലാവരും കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷെ താരതമ്യേന കുറച്ച് ഈസി എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഹോങ്കോങ് ആയിരിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ ഹോങ്കോങ്ങിൻ്റെ റീസെൻറ്റ് ഗെയിംസും അവർ എസ്പെഷ്യലി ഏഷ്യൻ കപ്പിലൊക്കെ നന്നായിട്ട് കളിച്ചിരുന്നു. റീസെൻ്റ്ലി അവർ നല്ല റിസൾട്ടും ഒക്കെ എടുത്തിരുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ ഓർ യമൻ എന്ന് പറയേണ്ടി വരും. പിന്നെ യമൻ എങ്ങനെ വന്നാലും ഒരു വെസ്റ്റ് ഏഷ്യൻ സൈഡാണ്. അവർക്കെതിരെയുള്ള ആ കാര്യത്തിലൊക്കെ നമുക്ക് ചില കാര്യത്തിൽ ബുദ്ധിമുട്ടൊക്കെ വരും.
അങ്ങനെ വരുമ്പം നമുക്ക് അഫ്ഗാനിസ്ഥാനെയാണ് ഞാൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അഫ്ഗാനിസ്ഥാനെതിരെ നമ്മൾ റീസെൻ്റ്ലി ഒരു മാച്ച് കളിച്ച് തോക്കുകയൊക്കെ ചെയ്തതാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ അന്നൊരു വേഴ്സ് ഗെയിമാണ് കളിച്ചത് എന്നുള്ളതാണ്. പിന്നെ അഫ്ഗാനിസ്ഥാനെതിരെ ഇപ്പം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും മത്സരം നടക്കുക. അപ്പം അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം മത്സരം നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു റിമോട്ട് സൈഡിലൊക്കെ നടക്കും. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരും എന്നുള്ളതാണ്. പിന്നെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണുള്ളത്. പിന്നെ യമനെ കിട്ടിയാലും അത്ര വലിയ തിരക്കേടില്ല വോട്ട് ടൂവിൽ നിന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ യമനായിരിക്കും കുറച്ചും കൂടി ഭേദപ്പെട്ട ഒപ്പോണൻസ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി പോട്ട് 3യിൽ നിന്ന് ഞാൻ പറയും ഭൂട്ടാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേപ്പാൾ ആണെങ്കിലും മ്യാൻമാർ ആണെങ്കിലും ചൈനീസ് തായ്പേ ആണെങ്കിലും മാൽദീവ്സ് അവരാരൊക്കെ ആണെങ്കിലും നമുക്ക് എന്താണെങ്കിലും കുറച്ചെങ്കിലും ഒരു ഫൈറ്റ് കൊടുക്കും. പക്ഷേ ഭൂട്ടാൻ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഈസിലി തോൽപ്പിക്കുന്ന ഒരു ടീമാണ്. എനിക്ക് തോന്നുന്നു ഭൂട്ടാൻ ഇതുവരെ ഇന്ത്യയെ തന്നെ തോൽപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ സമീപകാലത്ത് എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിനെതിരെയൊക്കെ ഭൂട്ടാൻ ജയിച്ചിരുന്നു. പക്ഷേ ഭൂട്ടാൻ എപ്പോഴും ഇന്ത്യക്ക് സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ്. അപ്പോൾ ഒരു ഈസി ഒപ്പോണൻസ് ആയിട്ട് വിലയിരുത്തുന്ന പോട്ട് 3യിൽ നിന്ന് ഭൂട്ടാനാണ്. പോട്ട് 4ലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ശ്രീലങ്ക അല്ലാണ്ട് ആരെ കിട്ടിയാലും നമുക്ക് ഈസിലി വിൻ ചെയ്യാൻ പറ്റും. എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ടിമോർ ലെസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ടിമോർ എന്ന് പറയുന്ന ടീമാണ് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് വരിക എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ബ്രൂണെ ആണെങ്കിലും അല്ലെങ്കിൽ ലാവോസ് ആണെങ്കിലും ഒക്കെ നമുക്കൊരു നല്ല സ്കോർ ലൈനിലൊക്കെ തോൽപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഈസി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് കിട്ടാൻ സാധ്യത ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ ആൻഡ് ഈസ്റ്റ് ടിമോർ എന്നിങ്ങനെയാണ്. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെയാണ് ഈ പറഞ്ഞതുപോലെ ഒരു ഡ്രോ നടക്കാൻ പോകുന്നത്. ഇന്ത്യക്കൊരു നല്ല ഒരു ഗ്രൂപ്പ് തന്നെ കിട്ടട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീമിന് മാത്രമാണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്. അപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ടീമുകളെ കിട്ടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നൊരു ഫാക്ടർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈനിങ് ഓഫ്.